നമ്മളിപ്പോൾ കുട്ടികൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നിരൂപകനായ എസ് കെ വസന്ത് സാർ പറഞ്ഞൊരു അഭിപ്രായമാണ്, വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എക്സ്കർഷന് പോകുമ്പോൾ പലപ്പോഴും ടൂറിസം കേന്ദ്രങ്ങളാണ് നമ്മൾ സന്ദർശിക്കാറുള്ളത്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കുട്ടികൾ വായനശാലകൾ സന്ദർശിക്കണം എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്രയും വിപുലമായ ജനകീയമായ ഒരു വായനശാല പ്രസ്ഥാനമുള്ളത്. നമ്മുടെ ജില്ലയിൽ നോക്കിയാൽ 30,000-35,000 പുസ്തകങ്ങളുള്ള ഒരു സമാന്തര വിദ്യാഭ്യാസ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിരവധി വായനശാലകൾ. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ ലൈബ്രറികൾ കാണിക്കണം. അത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലൈബ്രറികൾ അത് സർവകലാശാല വിദ്യാർത്ഥികൾ കാണും, കോളേജ് വിദ്യാർത്ഥികൾ കാണും, സ്കൂൾ വിദ്യാർത്ഥികൾ നാട്ടുമ്പുറത്തെ വായനശാലകൾ കാണും. വായന കൊണ്ടുണ്ടാകുന്ന മാറ്റം എന്താണ്? വായന എന്ന ലഹരിയുടെ പ്രത്യേകത എന്താണ്? അത് അനുഭവിച്ചവർക്ക് അത് പറയാൻ പറ്റും. അതിനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾ കൊടുക്കണം. അതിൽ അധ്യാപകർ മുൻകൈ എടുക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ചും പുതിയ തലമുറ. അപ്പോൾ നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലെ തലമുറ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെതായ ഒട്ടേറെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ അവരിൽ സ്വാധീനിക്കും. അപ്പോൾ പഴയ കാലമാണ് നല്ലത്, പുതിയ കാലം ശരിയല്ല എന്ന് പറയുന്നതിന് യാതൊരു കാര്യമില്ല. ഈ കാലഘട്ടത്തിലും വളരെ പ്രതീക്ഷ ഉളവാക്കുന്ന, നമുക്ക് പ്രത്യാശ നൽകുന്ന ഒട്ടേറെ സംഭവങ്ങൾ ലോകത്തുണ്ടാകുന്നു. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതുന്ന, നല്ല ആർജവത്തോടെ അഭിപ്രായം പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കലാലയങ്ങളിലുണ്ട്. ക്യാമ്പസുകളിൽ നിരവധി ബദലുകളുമുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നത്തെ കലാലയ രാഷ്ട്രീയം കുറെ കൂടി ക്രിയേറ്റീവായി മാറേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പഴയതിനെ അതേ നിലയിൽ പകർത്തുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കുറെ കൂടി, പ്രത്യേകിച്ചും ഒരു കാലത്ത് ക്യാമ്പസിൻ്റെ ഹീറോസ് അത് എഴുത്തുകാരായിരുന്നു, കലാകാരന്മാരായിരുന്നു. ഇന്ന് ക്യാമ്പസ് ഹീറോസ് എന്ന് പറയുന്നത് അത്രത്തോളം എഴുത്തുകാരായി മാറുന്നുണ്ടോ? അല്ല, എഴുത്തുകാർ ക്യാമ്പസിനെ സ്വാധീനിക്കുന്നുണ്ട്. നന്നായി വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ ക്യാമ്പസിലുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ട്രെൻഡ് മാറുകയാണ്. എല്ലാം ഒരു ആഘോഷത്തിലേക്കാണ്. ആഘോഷപരതയിൽ നിന്ന് കുറെ കൂടി സീരിയസ് ആയി നമ്മുടെ ക്യാമ്പസുകൾ മാറേണ്ടതായിട്ട്. അതിൽ പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും. നമുക്കറിയാം, കലാകാരന്മാർ, എഴുത്തുകാരെന്നൊക്കെ പറയുന്നത് ഭാവിയെ ദീർഘദർശനം ചെയ്യാൻ കഴിയുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സാന്നിധ്യം നമ്മുടെ ക്യാമ്പസിൽ പഴയതുപോലെ ഉണ്ടോ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ക്യാമ്പസിൻ്റെ കൺസെപ്റ്റിൽ വന്നിട്ടുള്ള ചില അപഭ്രംശങ്ങൾ അത് മാറ്റിയെടുക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ ഉണ്ടാകേണ്ടതായിട്ട്. കുറേ കൂടി എഴുത്തുകാർ, അത് പോലുള്ള നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ, അവർ കുറേ കൂടി ക്യാമ്പസിൽ വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. വിദ്യാർത്ഥികൾ അവരുമായി സംവേദിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കാനുള്ള വളരെ ബോധപൂർവമായൊരു ശ്രമം ഇന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം എനിക്ക് തോന്നുന്നത്, അപ്പോൾ ഒരു 70-കളിലും 80-കളിലും നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പ്രത്യേകത എല്ലായിടത്തും ഒരു ക്ലബ്ബ് ഉണ്ടാകണം, ഒരു കലാസമിതി ഉണ്ടാകണം, ഒരു വായനശാല ഉണ്ടാകണമെന്നതാണ്. ഇന്നിപ്പോൾ വായനശാലയെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് പഴയതുപോലെ സജീവമല്ല. പണ്ട് എല്ലായിടത്തും ക്ലബ്ബും കലാസമിതി വായനശാല ഉണ്ടാക്കിയത് മുതിർന്നവരെക്കാൾ നമ്മുടെ ചെറുപ്പക്കാർ മുൻകൈ എടുത്തിട്ടാണ്. എന്നാൽ ഇന്ന് അത്രത്തോളം വരുന്നില്ല. അപ്പോൾ അതിൽ വായനശാല പ്രവർത്തകരെന്നിൽ അവരുടെ ഭാഗത്ത് നിന്നൊക്കെ പോരായ്മയുണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കണം. പുതിയ തലമുറയെ അതുമായി നല്ല തോതിൽ ബന്ധപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു മധ്യവയസ്കരാണ്. ചിലയിടത്ത് ചെറുപ്പക്കാരുണ്ട്, പക്ഷെ ചെറുപ്പക്കാരെ കുറെ കൂടി സജീവമായി കൊണ്ടുവരും. അതിന് അവരും മുൻകൈ എടുക്കേണ്ടതായിട്ട്. അപ്പോൾ നാട്ടിൻപുറങ്ങളിലെ സാംസ്കാരിക പ്രവർത്തനം കുറെ കൂടി സജീവമാക്കണം. ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആഘോഷങ്ങളാണ്. ഒരു DJ ഉണ്ടെങ്കിൽ ഞാൻ വരാം. ഞങ്ങൾ ഓരോ കാലഘട്ടത്തിൻ്റെതായ പ്രത്യേകതകളായിരിക്കും, അതിനൊന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ പലതിൻ്റെയും നമ്മുടെ സീരിയസ്നെസ് കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഉള്ളടക്കത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരായി നമ്മൾ മാറും. നമ്മളെല്ലായ്പ്പോഴും സമൂഹത്തിൽ മാറ്റമുണ്ടായത് ഒഴുക്കിനെതിരെ നീന്താൻ, ഏത് വെല്ലുവിളിയെയും സധൈര്യം നേരിടാൻ തൻ്റെ ഇടമുള്ള, ആർജവമുള്ള, ചുറുചുറുക്കുള്ള ഒരു വിഭാഗം ഉണ്ടായതുകൊണ്ടാണ്. അതിൽ കുറവ് വരാൻ പാടില്ല. ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ ഭീതിപ്പെടുന്നതാണ്.
ഞാനിപ്പോൾ അവസാനമായി ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഗോപികൃഷ്ണൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥയെന്ന പുസ്തകമാണ്. ഇപ്പം പല സ്റ്റേറ്റുകളിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന പല അനുഭവങ്ങളുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എസ്എഫ്ഐ പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു. അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണ്. ഞാനിനി കേരളത്തിലെ നല്ലൊരു എഞ്ചിനീയറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പുറത്ത് ആറക്ക ശമ്പളമുള്ള നല്ല ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ, തിക്തമായ ചില അനുഭവങ്ങൾ, പിന്നെ വളരെ വേദനയുളവാക്കുന്ന ചില സംഭവങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ഞാനിനി കേരളം വിട്ടു പോകുന്നില്ല, എനിക്ക് ഇവിടെ ജോലി ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഒരു അപരവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളൊക്കെ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഒരാളുടെയും ജാതിയോ മതമോ നമുക്കൊരു പ്രശ്നമായിരുന്നില്ല. അതൊന്നും ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസിൽ ഒരു ഘടകമേ ആയിരുന്നില്ല. നമ്മുടെ സൗഹൃദത്തിന്, നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഒന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു ഘടകമായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഏതൊരു വിഷയം വന്നാലും ഇത്തരത്തിലുള്ള ഈ മതത്തിൻ്റെ ഒക്കെ ഇടുങ്ങിയ കടലൂടെ കാണുന്ന ഒരു കാഴ്ചപ്പാട് കേരളത്തിൽ രൂപപ്പെട്ടു വരിക. അപ്പോൾ ഭാവിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നിപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും ഉണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പലായനം നടക്കുന്ന പല രാജ്യങ്ങളും. കാരണം സമാധാനമൊക്കെ നഷ്ടപ്പെട്ടിട്ട് പതിറ്റാണ്ടുകളായ രാജ്യം, തകർന്നടിഞ്ഞ രാജ്യങ്ങൾ. അത്തരമൊരവസ്ഥ നമ്മുടെ രാജ്യത്തിന് വരാതിരിക്കാൻ ഇന്ത്യ നിലനിൽക്കണം. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഉണരേണ്ട സമയമാണ്. ഇപ്പോൾ നമ്മൾ ഉണരുകയും പ്രതികരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പക്ഷേ ലോകത്തെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെപ്പോലുള്ള ഒരു രാജ്യമായി മാറാനുള്ള സാധ്യത. ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മളൊക്കെ ഏതാണ്ട് ഒരു പ്രായം പിന്നിട്ടവരാണ്. ഞങ്ങളൊക്കെ ജീവിച്ചതുപോലെ ജീവിക്കാൻ അവർക്ക് ഇനിയുള്ള ഇന്ത്യയിൽ കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമില്ല. ഇപ്പം എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു? അതിലൊരു ഘടകം ഞാൻ കാണുന്നത്, അവർ കുറേ കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയിൽ അവർക്ക് ആശങ്കയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ ഇന്നലെ അവരുടെ രക്ഷകർത്താക്കൾ ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കുന്നത് പോലെ നാളെ ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു ഭയം അവരുടെ മനസ്സിൽ കാണപ്പെട്ട് വരുന്നത്. ഇവിടുന്ന് വലിയ തോതിൽ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും അവിടെ താമസമുറപ്പിക്കാനും പോകുന്നതിൻ്റെ പിന്നിൽ വർത്തമാനകാല ഇന്ത്യയിലെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ കൂടി ഒരു ഘടകമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. വർഗീയത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ടെർമിനേറ്റർ ജീനാണ്, കാന്തകവിത്താണ്. അതിനെ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രതിരോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന രാജ്യം തന്നെ അധികം ഇന്ത്യക്ക് ഭാവി ഉണ്ടായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ എല്ലാ അർത്ഥത്തിലും ശക്തമായി പ്രതിരോധിക്കേണ്ട ഒരു കാര്യം വർഗീയതയാണ്. വർഗീയതയെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അധികകാലം ഇന്ത്യ എന്നത് തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുഭവങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, എന്തെല്ലാം വിലക്കുകളുണ്ടെങ്കിലും യാഥാസ്ഥികത്വത്തിൽ നിന്ന് കുറേ കൂടി പുറത്തു വരാൻ പുതിയ തലമുറ കുറേയൊക്കെ ആർജവം കാണിക്കുന്നുണ്ട്, കുറേയൊക്കെ ധൈര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഭയപ്പെടുത്തുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രതീക്ഷ നൽകുന്ന കാര്യം. ഫാമിലി ഇപ്പോൾ അമ്മ, അതുപോലെ തന്നെ സഹോദരിമാർ, പിന്നെ ഭാര്യ, കുട്ടികൾ. അതിപ്പോൾ ഭാര്യ ചെറുതാഴം ബാങ്കിലെ ജീവനക്കാരിയാണ്. അവരെല്ലാ കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തൊരു ഭാര്യയാണ്. അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾ, അവരും ഇപ്പോൾ മകളാണെങ്കിൽ ബാലസംഘത്തിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്, യൂണിറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത, സമൂഹത്തിലെ മറ്റുള്ളവരെ പോലെ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും നമുക്ക് കുടുംബങ്ങളാണല്ലോ നമ്മൾ പലപ്പോഴും ചില പ്രതിസന്ധികൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അത്തരമൊരു സാഹചര്യം നിലവിലില്ല. അവരോട് കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അവരുമായിട്ട് പലപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട്